നമസ്കാരം. കേരളം ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. 8 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ആദ്യം എണ്ണുക തപാൽ വോട്ടുകൾ. 15,000 ഉദ്യോഗസ്ഥർ സജ്ജം. രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 85-ന് മുകളിൽ സീറ്റുമായി അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിക്കുകയാണ് UDF. തുടർഭരണം കിട്ടുമെന്ന് LDFും കരുതുന്നു. അതേസമയം ചുരുങ്ങിയത് 2 സീറ്റെങ്കിലും കിട്ടുമെന്നാണ് NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. തരംഗമെങ്കിൽ 100 സീറ്റ് വരെ കിട്ടി അധികാരത്തിലെത്തുമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. ഏത് സാഹചര്യത്തിലും 80-ന് മുകളിൽ സീറ്റ് UDF ഉറപ്പിക്കുന്നു. LDF ഭരണ തുടർച്ചയെന്ന പ്രതീക്ഷയിലാണ്. 75 സീറ്റ് വരെ കിട്ടുമെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ നിയമവും കഴക്കൂട്ടവും ഉറപ്പിക്കുന്ന BJP ഏതാനും ചില മണ്ഡലങ്ങളിൽ അട്ടിമറി ജയവും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം ഉറ്റുനോക്കി ജനം. നഗരമേഖലയിലും ഗ്രാമപ്രദേശങ്ങളിലും വോട്ടർമാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങൾ അവസാന ഫലത്തെ നിർണായകമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും പരക്കെ നാശനഷ്ടം. മരങ്ങൾ കടപുഴകിയും കൃഷി നശിപ്പിച്ചും വൈദ്യുതി ബന്ധം തകരാറിലായും മഴയും കാറ്റും ജനങ്ങളെ വലച്ചു. ഓട്ടിസം ബാധിച്ച യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ. മേത്തല എൽത്തുരുത്ത് പഴുപ്പറമ്പിൽ രതീഷിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന തൃശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം ഉറ്റുനോക്കി ജനം. നഗരമേഖലയിലും ഗ്രാമപ്രദേശങ്ങളിലും വോട്ടർമാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങൾ അവസാന ഫലത്തെ നിർണായകമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രധാന വിഷയങ്ങളായ വികസനം, തൊഴിൽ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയോടൊപ്പം പ്രാദേശിക പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ചർച്ചകളിലും ഇടം പിടിച്ചിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ സീറ്റുകളിൽ ഒന്നാണ് തൃശൂർ മണ്ഡലം. ശക്തമായ ത്രികോണ പോരാട്ടമാണ് തൃശൂരിൽ നടന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ UDF, LDF, NDA മുന്നണികൾ വിജയപ്രതീക്ഷ പങ്കുവച്ചതും ഫലമറിയാനുള്ള ആകാംക്ഷ ഇരട്ടിയാക്കുന്നുണ്ട്. നഗരമേഖലയിലും ഗ്രാമപ്രദേശങ്ങളിലും വോട്ടർമാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങൾ അവസാന ഫലത്തെ നിർണായകമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രധാന വിഷയങ്ങളായ വികസനം, തൊഴിൽ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയോടൊപ്പം പ്രാദേശിക പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ചർച്ചകളിലും ഇടം പിടിച്ചിരുന്നു. ഇക്കാര്യങ്ങളിലെ നേട്ടങ്ങളും നഷ്ടങ്ങളും എണ്ണിപ്പറഞ്ഞുള്ള പ്രചാരണത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ ആർക്ക് സാധിച്ചെന്ന് വോട്ടെണ്ണലിൽ വ്യക്തമാകും. 2021 സംസ്ഥാനം ഉറ്റുനോക്കിയ ശക്തമായ ത്രികോണ മത്സരത്തിൽ ഇടതിനൊപ്പം നിന്ന തൃശൂർ മണ്ഡലത്തിൽ കടുത്ത മത്സരമാണ് ഇത്തവണയും നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന് BJPയുടെ പത്മജ വേണുഗോപാലിനും ജനകീയത വോട്ടാക്കാമെന്ന് LDFിന്റെ ആലങ്കോട് ലീലാകൃഷ്ണനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിന് ലഭിച്ച മേൽക്കോയ്മ തുണയ്ക്കുമെന്ന് രാജൻ ജയപാലനും ആത്മവിശ്വാസമുണ്ട്. ഒല്ലൂരിൽ വികസന നേട്ടം പറഞ്ഞ് LDFിന്റെ K രാജനും വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞ് UDFിന്റെ ഷാജി J കോടങ്കത്തും വോട്ട് വിഹിതം വർദ്ധിച്ചുവരുന്നത് നേട്ടമാകുമെന്ന് NDAയുടെ ബിനോയ് തോമസും വിജയപ്രതീക്ഷ നിലനിർത്തുന്നു. ത്രികോണപ്പോരിൽ ഒന്നാമതുള്ള ചേലക്കരയിൽ 2024 ഉപതെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയോടെ മത്സരിച്ച LDFിന്റെ UR പ്രദീപും മുസ്ലിം ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ശിവൻ വീട്ടിക്കുന്നും NDA സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ മത്സരിച്ച K ബാലകൃഷ്ണനും തമ്മിൽ കരുത്തുള്ള മത്സര പോരാട്ടമാണ് നടന്നത്. ആരാണ് വിജയിയെന്ന ആകാംക്ഷയോടെ ജനം കാത്തിരിക്കുന്ന ഫലമാണ് ചേലക്കരയിലേത്. കുന്നംകുളത്ത് ഹാട്രിക് വിജയം തേടി മുൻ മന്ത്രി കൂടിയായ AC മൊയ്തീനാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ജില്ലയിലെ ആധിപത്യം തുടരാനാണ് LDF ശ്രമിക്കുന്നതെങ്കിൽ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങിയ UDFിന്റെ സ്ഥാനാർത്ഥി PT അജയ് മോഹനും ഈഴവ യുവ വോട്ടുകൾ പിടിച്ചെടുക്കാമെന്ന കണക്കുകൂട്ടലോടെ ഇറങ്ങിയ KR രജിലും ഫലം അനിശ്ചിതമാക്കുന്നു. 2016 UDFിന്റെ പ്രതീക്ഷകൾ തകർത്ത NK അക്ബർ തന്നെയാണ് ഇത്തവണയും LDF സ്ഥാനാർത്ഥി. മുസ്ലിം ലീഗ് കളത്തിലിറക്കിയ CH റഷീദ് അക്ബറിനെ തോൽപ്പിച്ച് തിരിച്ചടിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. ഇത്തവണ വർഗീയ പരാമർശങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായ BJPയുടെ B ഗോപാലകൃഷ്ണനും ഗുരുവായൂരിൽ മത്സരം കടുപ്പിച്ചിരുന്നു. മണലൂരിൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDFിന്റെ പ്രമുഖ നേതാവ് TN പ്രതാപനാണ് ഇറങ്ങിയത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് LDF സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ആവേശപ്പോരായി. ഇതുവരെ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ പരാജയമറിയാത്ത ഇരുവരിൽ ആരാദ്യമായി തോൽവിയറിയുമെന്ന കൗതുകവും മണലൂരിലുണ്ട്. KK അനീഷ് കുമാറാണ് BJP സ്ഥാനാർത്ഥി. വടക്കാഞ്ചേരിയിൽ LDFിന്റെ സേവ്യർ ചിറ്റിലപ്പിള്ളി 2ാം അംഗത്തിനിറങ്ങുമ്പോൾ UDFിന്റെ പുതുമുഖം PN വൈശാഖൻ ഭരണവിരുദ്ധ വികാരം ആയുധമാക്കി വിജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഉല്ലാസ് ബാബുവാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ തന്നെ തോൽപ്പിച്ച് LDFിന്റെ R ബിന്ദു പിടിച്ചെടുത്ത മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാൻ UDFിന്റെ തോമസ് ഉണ്ണിയാടന് സാധിക്കുമോ എന്നാണ് ഇരിങ്ങാലക്കുട ഉറ്റുനോക്കുന്നത്.
കയ്പമംഗലത്ത് 2021 വിജയിച്ച LDFന്റെ ET ടൈസൺ ഇത്തവണ പറവൂരിൽ VD സതീശനെ നേരിടാനായി പോയതോടെ കന്നി അംഗത്തിനിറങ്ങിയ വത്സരാജും UDFന്റെ TM നാസറുമായാണ് പോരാട്ടം. പുതുക്കാട് സിറ്റിംഗ് MLA KK രാമചന്ദ്രൻ LDFന് വേണ്ടി ഇറങ്ങിയപ്പോൾ UDF സ്ഥാനാർത്ഥി KM ബാബുരാജാണ്. BJP സ്ഥാനാർത്ഥി നാഗേഷും ശക്തനായ എതിരാളിയായ പുതുക്കാടിന്റെ ഫലവും എന്താകുമെന്ന ആകാംക്ഷയിലാണ് ജനം. LDFന്റെ സിറ്റിംഗ് MLA സിസി മുകുന്ദന്റെ BJPയിലേക്കുള്ള കൂടുമാറ്റം എന്താകുമെന്ന ആശങ്ക നാട്ടികയിലുടനീളമുണ്ട്. ഗീതാ ഗോപിയാണ് LDF സ്ഥാനാർത്ഥി. UDFന്റെ സുനിൽ ലാലൂരും ശക്തമായ മത്സരം കാഴ്ചവെച്ചതിനാൽ നാട്ടിക ആരോടൊപ്പമെന്ന് കാത്തിരുന്നു കാണാം. LDFനായി VR സുനിൽകുമാർ 3ാം അംഗത്തിനിറങ്ങുമ്പോൾ ഇടതാധിപത്യമുള്ള കൊടുങ്ങല്ലൂർ നേടാൻ മത്സരിച്ചത് UDFന്റെ യുവനേതാവ് OJ ജനീഷാണ്. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ വർഗീസ് ജോർജ് NDAക്ക് വേണ്ടി മത്സരിച്ചു. CPMൽ നിന്ന് പിടിച്ചെടുത്ത ചാലക്കുടി മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ് ഇത്തവണയും സനീഷ് കുമാർ ജോസഫിനെയാണ് കളത്തിലിറക്കിയത്. ചുവടുമാറിയെത്തിയ ബിജു എസ് ചിറയത്ത് LDFന് നൽകുക വിജയമോ തോൽവിയോ എന്നറിയാനുള്ള കൗതുകം ബാക്കി. മീഡിയ ടൈം, തൃശൂർ. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും പരക്കെ നാശനഷ്ടം. മരങ്ങൾ കടപുഴകിയും കൃഷി നശിപ്പിച്ചും വൈദ്യുതി ബന്ധം തകരാറിലായും ജനങ്ങളെ വലച്ചു. മാളയിൽ മരം വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മാള കോൾക്കുന്ന് പ്രദേശത്ത് വൻ മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരം റോഡിന്റെ മധ്യഭാഗത്തേക്ക് വീണതിനാൽ നിലവിൽ ഒരു വശം വഴി മാത്രമാണ് വാഹന ഗതാഗതം നടന്നത്. തുടർന്ന് KSEB അധികൃതർ അടക്കമെത്തി മരം വെട്ടിമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അഷ്ടമിച്ചിറയിൽ അയൽവീട്ടിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനൽ കാറ്റിൽ പറന്ന് ഇളംകുറ്റി വീട്ടിൽ ബാബുവിന്റെ ഓട് വീടിന് മുകളിലേക്ക് പതിച്ചു. സംഭവത്തിൽ വീടിന്റെ ഓടുകൾ തകർന്നതോടെ ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു. പുത്തഞ്ചിറ പുല്ലുപറമ്പിൽ ബിജുവിന്റെ ഏകദേശം 300 വാഴകൾ പകുതിയും അതിൽ താഴെ മൂപ്പെത്തിയവ ഒടിഞ്ഞും വീണു. വെള്ളാങ്ങല്ലൂരിലും കോണത്തുകുന്നിലും പൈങ്ങോട്ടിലും മരം വീണ് വൈദ്യുതി ബന്ധം തകരാറിലായി. ഓട്ടിസം ബാധിച്ച യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ. മേത്തല എൽത്തുരുത്ത് പഴുപ്പറമ്പിൽ രതീഷിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അമ്മ ജോലിക്ക് പോയിരിക്കുകയായിരുന്ന സമയത്താണ് ഇയാൾ വീട്ടിൽ കയറി 32 വയസ്സുള്ള യുവതിയെ പീഡിപ്പിച്ചത്. വിവരമറിഞ്ഞ അമ്മ നൽകിയ പരാതിയിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പൂപ്പത്തി NSS കരയോഗം, നേത്ര ഐ കെയർ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് MS രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ അരുൺ PV, സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ, KS പ്രതാപൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സെറ ജോസഫ്, ക്യാമ്പ് കോർഡിനേറ്റർ അനീഷ് CA, ശീതൾ, ശ്രീലേഖ, ചന്ദന, അലീന ജോയ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ആനാപ്പുഴ കക്കമാടൻ തുരുത്ത് ശ്രീ കുരുമ്പ സനാതന ധർമ്മ സേവാ കേന്ദ്രം വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ ഏകദിന ശില്പശാലയും കുടുംബയോഗവും സമാപിച്ചു. കക്കമാടൻ തുരുത്ത് ശ്രീനാരായണ മാനവ സേവാ സംഘം പരിസരത്ത് നടന്ന സമാപനം പതഞ്ജലി യോഗ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ ഡയറക്ടർ ഡോക്ടർ A രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ വിത്തും അവസാന നിമിഷവും ഒരു തുള്ളി വെള്ളം കിട്ടുമ്പോൾ ആദ്യം ചെയ്യുന്നത് മുളച്ചു വരല്ല, എന്താ ചെയ്യുക, അടിയിൽ വേരുകൾ ഇറക്കിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ മുളവിത്തുകൾ വേരുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് 3 വർഷക്കാലം. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ചികിത്സയും അതിന് വളവും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ വെള്ളമൊക്കെ എടുത്തിട്ട് ഒരൊറ്റ വളർച്ച. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുല്ലുവർഗമാണ് മുള. ആക്ച്വലി ഇറ്റ് ഈസ് ദ സ്പീഷീസ് ഓഫ് ഗ്രാസ്. അപ്പോൾ വേരുകൾക്ക് ശക്തി കൊടുത്തുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും നേരിടുന്ന വിധത്തിലേക്ക് അത് അവസാനം കാണുകയാണ്. ഇപ്പോൾ നമ്മളുടെ കൂടെ ഈ ശില്പശാലയിൽ വന്ന കുട്ടികൾക്ക് ശ്രീദേവി മുകേഷ് അധ്യക്ഷത വഹിച്ചു. അനിത, TR രതീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സമർപ്പണവും സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടന്നു.
ഗിരീഷ് പുത്തഞ്ചേരിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് സാക്ഷി കൊടുങ്ങല്ലൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗാനസ്മൃതി അരങ്ങേറി. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടന്ന പരിപാടി സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. രഞ്ജിത്തും ഞാനും കൂടി ചെയ്തിട്ടുള്ള രഞ്ജിത്തിൻ്റെ ആദ്യത്തെ തിരക്കഥ, അതിൻ്റെ തിരക്കഥ രചനയുമായി ബന്ധപ്പെട്ടിട്ട് മഹാറാണിയിൽ താമസിക്കുമ്പോഴാണ് ഗിരീഷ് പുത്തഞ്ചേരി അവിടെ രഞ്ജിത്തിൻ്റെ ഒരു സ്വന്തം സഹചാരിയായിട്ട് ദിവസേന വരും. അന്ന് സ്ക്രിപ്റ്റ് പകർത്തി എഴുതാനൊക്കെയാണ് ഗിരീഷ് പുത്തഞ്ചേരി വന്നത്. അന്ന് സിനിമയിൽ അദ്ദേഹം സജീവമായിട്ടില്ല, പാട്ട് എഴുതിയിട്ടില്ല, ഒരു പടത്തിന് എന്തോ എഴുതിയിട്ട് ആ സിനിമ മുടങ്ങിപ്പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം സിനിമയിൽ എങ്ങനെ സജീവമായി എന്നുള്ളത്. ദേവാസുരത്തിൽ പാട്ട് എഴുതുന്ന കാലത്ത് ആണ് എപ്പോഴും നിരന്തരമായിട്ട് അദ്ദേഹത്തെ ഞാൻ കാണുമായിരുന്നു. ദേവാസുരത്തിൽ പാട്ട് നമുക്കറിയാം, സൂര്യകിരീടം വീണുടഞ്ഞു എന്നുള്ള പാട്ട് ഗിരീഷ് പുത്തഞ്ചേരിയുടെ രഞ്ജിത്തിൻ്റെ പടത്തിലെ ആ പാട്ട് എത്രമാത്രം ജനഹൃദയങ്ങളിൽ ഇന്നുമുണ്ടെങ്കിൽ അതിനുശേഷം ഗിരീഷിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ശാന്തമീ രാത്രി എന്നുള്ള പാട്ടുകളൊക്കെ അതിനുശേഷം തുടർച്ചയായി ഗിരീഷ് മലയാളത്തിൽ എണ്ണം പറഞ്ഞ ഗാനരചയിതാവായി മാറി. കൊടുങ്ങല്ലൂരിനെ അവയവദാന ഗ്രാമമാക്കുക എന്ന ലക്ഷ്യത്തോടെ വേദിയിൽ സാക്ഷി അംഗങ്ങളും കുടുംബാംഗങ്ങളും അവയവദാന പ്രതിജ്ഞയെടുത്തു. PS സീത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജയരാജ് വാര്യർ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ കുടുംബാംഗങ്ങൾ, സാക്ഷി രക്ഷാധികാരി ഡോക്ടർ ജോസ് ഊക്കൻ, പ്രസിഡന്റ് സെയ്താവൻ, വൈസ് പ്രസിഡന്റ് ഹീര ജോസഫ്, സെക്രട്ടറി ഷാലിമാർ അഷ്റഫ്, കോർഡിനേറ്റർ PR ബാബു, ഷയാസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ സംഗീത ലോകത്ത് 40 വർഷം പൂർത്തിയാക്കിയ മോഹൻ സിത്താരയെയും 300-ലധികം മലയാള ചലച്ചിത്രങ്ങൾക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്ത നീതി കൊടുങ്ങല്ലൂരിനെയും ആദരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം ഉറ്റുനോക്കി ജനം. നഗരമേഖലയിലും ഗ്രാമപ്രദേശങ്ങളിലും വോട്ടർമാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങൾ അവസാന ഫലത്തെ നിർണായകമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും പരക്കെ നാശനഷ്ടം. മരങ്ങൾ കടപുഴകിയും കൃഷി നശിപ്പിച്ചും വൈദ്യുതി ബന്ധം തകരാറിലായും മഴയും കാറ്റും ജനങ്ങളെ വലച്ചു. ഓട്ടിസം ബാധിച്ച യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ. മേത്തല എൽത്തുരുത്ത് പഴുപ്പറമ്പിൽ രതീഷിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.